നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2ാം യൂണിറ്റിലെ പുളിമാവ് വെട്ടി എന്ന കവിതയിലേക്ക് കിടക്കുകയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഓരോ മരവും ഓരോ സംസ്കാരമാണ്. പ്രകൃതിയിൽ മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുകയും മരം എങ്ങനെയാണ് ജീവന്റെയും നിലനിൽപ്പിന്റെയും ഭാഗമായി തീരുന്നതെന്നും വളരെ വിശദമായി നമുക്ക് ഒരു അറിവ് നൽകുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിത. അപ്പൊ ഇവിടെ പുളിമാവ് വെട്ടി എന്ന കവിതയിലെ ഉടമ പണത്തിനോട് വളരെ ആഗ്രഹമൂത്ത ഒരു വ്യക്തിയാണ്. പണത്തിന് വേണ്ടിയാണ് അയാൾ ആ മാവിനെ വിൽക്കുന്നത്. അപ്പൊ ആ ഒരു മാവിൽ ജീവിക്കുന്ന പക്ഷികളെ കുറിച്ചോ അതിനെ ആശ്രയിച്ച് ഉപജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളെ കുറിച്ചോ ഒന്നും അയാൾ ചിന്തിക്കുന്നില്ല. 5 കാശിന്റെ നേട്ടമാണ് അയാൾക്ക് വേണ്ടത്. അപ്പം ഭൂമിയാവുന്ന മാതാവിന്റെ നെഞ്ചിൽ തീക്കനൽ എരിയിച്ചുകൊണ്ട് പണത്തിനായി ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ദുരാഗ്രഹത്തെയാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആവിഷ്കാരത്തിൽ തന്നെ ഒരു ഹരിത ദർശനം കൊണ്ടുവരാൻ കഴിഞ്ഞൊരു കവിതയാണിത്. 1963 കവിതയുടെ രചനാകാലം. അപ്പോഴേക്കും കവി ഇടശ്ശേരി ഈ ഒരു കവിത മാത്രമല്ല, പരിസ്ഥിതിക്ക് വിനാശമുണ്ടാക്കുന്ന വികസനത്തിനെതിരായിരുന്ന കവി കുറ്റിപ്പുറം പാലം പോലെയുള്ള വിശദമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ വ്യക്തിയുടെ ലാഭമായാലും വികസനം എന്ന സാമൂഹിക ലോഭമായാലും പ്രകൃതിയോട് ചെയ്യുന്നത് നീതീകരിക്കാനാവാത്ത കാര്യങ്ങളാണെന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഒരു പാഠത്തിന്റെ മുകളിൽ പൂക്കളാകുന്ന ചിരി, കാറ്റാകുന്ന തലോടൽ, പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, മനുഷ്യന് ലഭിക്കുന്ന ചില സ്നേഹ സംവേദനങ്ങളാണ് നമ്മളെ കാറ്റ് തലോടുന്നതും പൂക്കൾ നമ്മളോട് ചിരിക്കുന്നതും എന്ന് കവി പറയുന്നു. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം. അപ്പോൾ ഒരു പറമ്പിൽ നിൽക്കുന്ന പുളിമാവ്, അതിപ്പോ ഏത് തരത്തിലുള്ള മാങ്ങ തന്നെയായാലും മാവ് കുട്ടികൾക്ക് ഒരു പൂരം തന്നെയാണ്, ഉത്സവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിന് അച്ചാരം. ഞാൻ അതിനെ മുറിച്ചു തള്ളി അത് പലകയ്ക്കായിട്ട് കൊടുത്തു, അതിന് അച്ചാരവും വാങ്ങി, അതായത് അതിനുള്ള പണവും ഞാൻ ആദ്യം വാങ്ങി. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന, അതായത് നിങ്ങളത് മുറിച്ചോളൂ, നിങ്ങളതിന് തടിയായിട്ട് ഉപയോഗിച്ചോളൂ എന്ന് കൽപ്പന കൊടുത്തിട്ട് അതിന്റെ ഉടമസ്ഥൻ ബംഗളാവിൽ ഇരിപ്പായി, അയാളുടെ വലിയ വീട്ടിൽ ഇരിപ്പായി. ഒട്ടുമാവുകൾ അത് കേട്ടോ തലർ നാക്ക് കടിച്ച് നിൽപ്പായി. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ യാതൊരു കരുണയും ഇല്ലാതെ ഇവരെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മരങ്ങളെ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുമ്പോൾ ഒട്ടുമാവുകൾ അതിന്റെ തളർ നാക്ക് കടിച്ച് നിൽപ്പായി. ഒന്നും പറയാൻ പറ്റില്ല, നാവ് കടിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. പച്ചക്കല്ലി വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. ആ മാവെന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നല്ലോ, പച്ചക്കല്ലിങ്ങനെ വിളഞ്ഞു കിടക്കുന്ന പോലെയുള്ള ഗിരിശൃംഗത്തിന്റെ ഒരു പ്രതിരൂപമാണ്. ഗിരിശൃംഗം കൊടുമുടി, ഒരു പച്ച കൊടുമുടിയുടെ രൂപമാണ് ആ മാവിൻ്റെത്. പാടത്തിന്റെ കരയ്ക്കത് നിൽപ്പൂ നമ്മുടെ കുടിലിന് അടയാളം. അവിടെ ഒരു കുടിലും കാണുന്നുണ്ട് അല്ലെ, ആ കുടിലിന്റെ അടയാളമായിട്ട് അവർ ഉപയോഗിക്കുന്നത്, ആ ഗ്രാമീണർ ഉപയോഗിക്കുന്നത് ആ മാവാണ്. ആ മാവിന്റെ കരയ്ക്കലാണ് വീട് എന്ന് പറയുന്നത് അതിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുകയാണ്. പൂത്തു നിൽക്കുന്ന അളവിലതത്രേ ദേവന്മാർക്കുള്ള ആവാസം. അപ്പോൾ ഇത് പൂത്തു കഴിഞ്ഞാൽ ദേവന്മാര് മുഴുവൻ അവിടെ വരും എന്നാണ് കവി പറയുന്നത്, അല്ലെങ്കിൽ ആഖ്യാതാവ് ഇവിടെ പറയുന്നത്. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഇവരൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ അങ്ങ് ബംഗളാവിൽ ഇരിക്കുന്ന ഉടമ ഇതൊന്നും കേൾക്കാറില്ല. പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർത്തൻ പൊഴിയും മൃദുഹാസം. മൃദുഹാസം, മൃദുവായ ചിരി. അപ്പൊ പുലരുമ്പോ, അല്ലെങ്കിൽ രാവിലെ ആ മാവിന്റെ ചില്ലയിൽ അവരത് മൃദുഹാസം, മൃദുവായി അവര് ചിരിക്കുന്നത് കേൾക്കും. ഉച്ചയ്ക്ക് അവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം. ഉച്ചയ്ക്ക് അവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം. ആരുടെ പേച്ചുകളാണ്, ആരുടെ വർത്തമാനങ്ങളാണ്? ദേവന്മാരുടെ. ഉച്ചയ്ക്ക് അവരുടെ കളങ്കമില്ലാത്ത പേച്ചുകൾ കേൾക്കാം, വർത്തമാനങ്ങൾ കേൾക്കാം. പിച്ച നടന്നൊരു നാളു മുതൽ പൊരുളറിവു നാമപശങ്കം. പിച്ച നടന്നൊരു നാൾ മുതൽ തൻ പൊരുളറിവു നാമപശങ്കം. അതായത് ഈ പുളിമാവിനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലം മുതലേ കാണുന്ന ആളാണ് ആഖ്യാതാവ്, അല്ലെങ്കിൽ കവി, അല്ലെങ്കിൽ പറയുന്നയാൾ. അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഈ ഇതിലെന്ന് കേൾക്കുന്ന വാക്കുകൾ ദേവന്മാരുടേതാണെന്ന്. അപ്പൊ അതിന്റെ പൊരുള്, ആ വാക്കുകളുടെ ഒക്കെ പൊരുള് ഇവരെ പോലുള്ള സാധാരണക്കാർക്ക് അറിയാവൂ എന്ന് അദ്ദേഹം പറയുന്നു. ബംഗ്ലാവിലിരിക്കുന്ന ഉടമസ്ഥനത് അറിയില്ല. മറുത്തു പറയാനുണ്ട് ആരയ്യോ നമുക്ക് കരയാൻ അവകാശം. നമുക്ക് കരയാനേ അവകാശമുള്ളൂ. നമ്മളൊക്കെ ഈ മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്നവരാവാം, അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്നവരാവാം. അപ്പൊ നമുക്ക് ഉടമസ്ഥനുള്ള അവകാശം ഒരു സാധനത്തിനും മറ്റുള്ളവർക്കില്ല. അപ്പൊ അയാളത് വിൽക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് കരയാനേ അവകാശമുള്ളൂ.
പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് അകലെ പാറിൻ പറവകളെ. അപ്പൊ അയാൾ ഈ മരം മുറിക്കുന്നതിലൂടെ അയാൾ ഒരു ഉത്തരവിടുകയാണ്. ആരോട്? പറവകളോട്. ഈ മരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന പച്ച തണല് കൊത്തിയെടുത്തുകൊണ്ട് അകലേക്ക് പോവുക എന്നാണ് അയാൾ പറയുന്നത്. പട്ടയം ആരും തന്നില്ലല്ലോ, അതായത് നിങ്ങൾക്കിവിടെ സ്ഥിരതാമസമാക്കാൻ ആരും ഇത് തീറെഴുതി നിങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് പട്ടയം എഴുതി തരാത്തൊരു സാധനത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഇവിടെ കുടിപാർക്കാൻ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പറന്നു പൊയ്ക്കോളാനാണ് അയാൾ കിളികളോട് പറയുന്നത്. പുളിമാവ് വെട്ടുമ്പോൾ തണല് മാത്രമല്ല, നിരവധി ജീവജാലങ്ങളുടെ ആവാസ സ്ഥലവും കൂടെയാണ് നഷ്ടമാകുന്നത്. അപ്പൊ കിളികൾക്കാണ് മരങ്ങൾ അവകാശപ്പെട്ടത്, എന്നാൽ തങ്ങളാണ് ഉടമസ്ഥരെന്ന് പറഞ്ഞ് മനുഷ്യർ അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇതൊരു അധികാര ഗർവിന്റെ അടയാളമായിട്ടാണ് ഇവിടെ പട്ടയം എന്ന കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അധികാരം എന്ന സ്ഥാനം. നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ കഴിയില്ല എന്ന് അയാൾ പറയുന്നു. കുരുത്ത നാൾ തൊട്ട് ഇന്നോളം തല കുനിച്ചിടാത്തവൻ ഈ വൃദ്ധൻ. ഈ പുളിമാവിനെ വൃദ്ധനായിട്ടാണ്, ഒരു വയസ്സ് ചെന്ന ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ ആരുടെ മുന്നിലും തലകുനിക്കാതെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വൃദ്ധനായിട്ടാണ് കവി പറയുന്നത്. കൂറ്റൻ മഴുവേറ്റ് അടിയും നേരം, വലിയ മഴുകൊണ്ട് അതിനെ വെട്ടി താഴെ നശിപ്പിച്ച് ഇടുമ്പോൾ കുലുങ്ങിടുന്നു ഭൂചക്രം. ഈ ഭൂമി പോലും കുലുങ്ങിപ്പോയി. ഒരു മരം വന്ന് താഴെ വീഴുമ്പോഴുള്ള ആ പ്രകമ്പനം കൊണ്ട് ഭൂമി പോലും കുലുങ്ങുന്നതായിട്ട് പറയുന്നു. സ്വന്തം മാറത്ത് അമ്മ മഹിക്കേരി തീക്കനൽ വീണാൽ വീണോട്ടെ. സ്വന്തം മാറത്ത് അമ്മയാകുന്ന അമ്മ മഹിക്ക് എരിത്തീക്കനൽ വീണ പോലെ ഒരു അനുഭവമാണ് ഈ മരം മറിഞ്ഞു വീണപ്പോൾ ഉണ്ടായത്. അപ്പൊ ഈ മരത്തിന്റെ പതനം ഭൂമിയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുകയും അമ്മ മഹിയുടെ മാറി തീ കോരിയിടുകയും ചെയ്യും. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ ഒരു മാവ് ദേവന്മാരുടെ ആവാസ സ്ഥാനമായിരുന്നു. അപ്പോൾ അവരുടെ കളങ്കമില്ലാത്ത പേച്ചുകൾ മറ്റുള്ളവർ കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ആരുടെ മുന്നിൽ തലകുനിക്കാത്ത ഈ ഒരു വൃദ്ധൻ, ഈ മാവ് ഭൂമിയിലേക്ക് വീണപ്പോൾ അത് ഭൂമിക്കാണ് സങ്കടമായി മാറുന്നത്. തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈ വന്നോട്ടെ. ഈ ഭൂമിയും അതിന്റെ ആവാസ വ്യവസ്ഥയും ഒക്കെ നശിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും മികച്ചതായിട്ട് മനുഷ്യൻ കാണുന്ന എന്തിനെയാണ്? പണത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാവ് വിറ്റ വ്യക്തിയെ, അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കവി തുച്ഛന്മാർ എന്നാണ് പറയുന്നത്. വളരെ നിസ്സാരന്മാരാണ്. പണത്തിന് വേണ്ടി കൈനീട്ടുന്ന നിസ്സാരന്മാരായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. പൂങ്കുലയും കൊണ്ട് ഓടി വരുന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോട് അയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. കാറ്റിന്റെ ചിരന്തന ബന്ധുവായിരുന്നു ഈ പുളിമാവ്. വളരെ കാലമായി നിലനിൽപ്പുണ്ടായിരുന്ന ബന്ധമാണ് അവരുടേത്. അതാണ് ചിരന്തനം. അപ്പോൾ അങ്ങനെ പൂങ്കുലയും കൊണ്ട് ഓടി വരുന്ന പാലക്കാടൻ കാറ്റെ, നീ ചോദിക്കരുത് ഈ ബന്ധു അല്ലെങ്കിൽ നിന്റെ പുളിമാവാകുന്ന ബന്ധു എവിടെ പോയെന്ന്. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനി ആരും, പൂന്തേൻ കൂട്ടി കനികൾ ഊട്ടി പ്രിയമോട് ഊട്ടാനില്ലാരും. ഇനി നിങ്ങളെ പ്രിയമോടെ മാങ്ങകൾ ഊട്ടിക്കാൻ ആരുമില്ല. പുളിമാവ് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞു. വസന്തകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതി നിറയെ പൂക്കൾ വിടരുന്നതിനെയാണ് പൂത്തിരി കത്തിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൂക്കളെ പോലെ പ്രകാശം പരത്തുന്നവയാണ് പൂത്തിരികൾ. അപ്പൊ ആഘോഷവേളയ്ക്ക് എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാലോ, ദീപാവലിക്ക് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുപോലെയാണ് ഈ മാവിന്റെ പൂങ്കുലകൾ പൂത്തിരി പോലെ പ്രകാശിക്കുന്നത്. അപ്പൊ അത് മാവിന്റെ പൂങ്കുല എന്ന് പറയുന്നത് അതൊരു വസന്തകാലത്തിന്റെ അടയാളമാണ്. ഈ പൂങ്കുലയിലെ പൂക്കളാണല്ലോ വിടർന്ന് മാങ്ങകളായി മാറുന്നത്. അപ്പോൾ അതൊരു സമൃദ്ധിയുടെ അടയാളം. പ്രകൃതിയിലെ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ഇതുപോലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോഴും ഫലവൃക്ഷങ്ങൾ ഇല്ലാതാകുമ്പോഴും പ്രകൃതിയുടെ ഐശ്വര്യം, സമൃദ്ധി ഇവ ഇല്ലാതാവുകയാണെന്നൊരു പാഠം കൂടെയാണ് ഈ ഒരു പാഠം നമുക്ക് നൽകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വളരെ ലളിതമായ ഒരു പാഠമാണ്. വളരെ വലിയ ഒരു ആശയമാണ് ഇതിനകത്ത് ഉള്ളത്. മരങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണും കിളികൾക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ട വൃക്ഷങ്ങളും ഒക്കെ കവർന്നെടുക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥതാ മനോഭാവത്തെയാണ് ഈ കവിത ചിത്രീകരിക്കുന്നത്. കവിതയുടെ ആശയം കേൾക്കുക, പാഠഭാഗം വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ശിവടി.